വെള്ളത്തിന് ശക്തിയുണ്ടോ? ഇതുണ്ടോ? അയ്യോ, നമ്മുടെ കൂടുതലേക്ക് ഒലിച്ചു പോയേക്കണം. ഇതുണ്ടോ? ഏകദേശം എല്ലാ കൂടും പോയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10,000 നഷ്ടമുണ്ട്. 4 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞൊരു 40 കിലോ അടുത്ത് എനിക്ക് കൂലീനെ കിട്ടി. ഇത് കണ്ടോ? വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടോ? ഇത് ഇവിടെ നോക്കണം ഇല്ലേ? ഇത് കണ്ടോ? ഇത് ഡാം തുറന്നിട്ടാണ്. ഇത് നമ്മുടെ കൂട് അതങ്ങ് അറ്റത്ത് കണ്ടോ? ഇത് ഞാൻ മരത്തിൻ്റെ വീട്ടിലിട്ടേച്ച് ഇനി പുതിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത ആഴ്ച ഇടണം. ഇതുണ്ടോ? വെള്ളത്തിൻ്റെ ഫോഴ്സും ഉണ്ടോ? അയ്യോ, ആ കൂടെ ഈ ഒരു കൂട് മാത്രം അവശേഷിച്ചു. നമ്മൾ അന്ന് പൊക്കി നോക്കാം. എൻ്റെ അമ്മേ, എന്നാൽ അബദ്ധം പറ്റി ചെറിയ കയറായി. ഒഴുക്കായാലും മീനില്ല. ആ 5-6 ഉണ്ട്. കണ്ടോ? അമ്മാതിരി ഒഴുക. എല്ലാ കൂടും പോയി. ഏകദേശം 6 കൂടോളം പോയി. ഇത് ചെറിയ കൂടാ, വലിയ കൂട് 6 പോയി. ഇത് കണ്ടോ? ഇവിടെയൊക്കെ കൂട് കെട്ടിയിട്ടേച്ച്. കണ്ടോ? ചുഴി ഇല്ലാതെ കണ്ടോ? അവിടെ റൗണ്ട് ചെയ്യുക ചുഴി കണ്ടോ? ഇത് ഇവിടെ ഒരു കൂടുണ്ട്. അതൊക്കെ ഇതാണ് ഇങ്ങനെ വലിഞ്ഞിക്കുക. ഉണ്ടോ? തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ആണോ? കൂടെ അങ്ങ് കൊണ്ടുപോയി. ഇതുണ്ട്, ഒഴുക്കുണ്ട്, വെള്ളത്തിൽ ശക്തി ഉണ്ടതേ. വെള്ളം വെച്ച് കണ്ടിച്ച് പോകും, അമ്മാതിരി ഒഴുക്കും. ഇതൊരു എസ് മോഡൽ സ്ഥലം ഉണ്ടോ? ഏകദേശം ഒരു ഞാനല്ലോ 10-20 താഴ്ചയുണ്ട്. ഇതിൽ അവിടെ കിഴക്കുവശത്ത് നിന്ന് വെള്ളം ഇടിച്ചിരുത്, ഇവിടെ വന്ന് ഇടിക്കും വെള്ളം. 2 വശവും നല്ല കുഴിയ. ഇതുണ്ട്, ഇവിടെ വന്ന് വെള്ളം ഇടിക്കാനാണ്. കൂട് മുഴുവൻ പോയി. ഇതെവിടെ ഒരു കൂടിട്ട് വെച്ചാൽ ആ കൂടൊക്കെ ഇവിടെ ചുഴിയാണ്ടോ? നേരിട്ട് കണ്ടല്ലോ വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലാവുള്ളൂ. ഇതാണ് കൂടിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ വന്ന് ആ ഒഴുക്കിൽ വന്ന് പുല്ലെല്ലാം അടിച്ച് ആ നാക്ക് അടഞ്ഞു പോകും. പിന്നെ അങ്ങനെ ആ കൂട് പൊട്ടിപ്പോയത്. ഇങ്ങനത്തെ ഒരു 4 കൂടും പിന്നെ വലിയൊരു 2 കൂടിനാണ്. അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയുള്ളൂ. ഇതിനകത്ത് നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത്. ഏകദേശം ഒറ്റക്കൂടി തന്നെ 7-8 കിലോ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട്. ആ മഞ്ഞക്കുരി കേട്ടോ. ഇതാണ് ഞാൻ കൂടിടുന്ന പ്രദേശം. ഉണ്ടോ? നല്ല ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന പ്രദേശം. ഇഷ്ടംപോലെ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ വരേണ്ട സമയം കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.